എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. വയനാട് ജില്ലയിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അലൻ ജിയോസോയ് ഈ കൊച്ചു കൂട്ടുകാരന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നവംബർ 14 ശിശുദിനം. കുട്ടികളായ നമുക്ക് സന്തോഷിക്കുവാനുള്ള ദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് ലോകത്തെ അനുസ്മരിപ്പിക്കുന്നതിനായി കുട്ടികൾക്കായി മാറ്റിവെക്കപ്പെട്ട ദിനം. പ്രിയരെ, നിങ്ങൾക്കേവർക്കും ശിശുദിനത്തിന്റെ മംഗളങ്ങൾ ഞാൻ ആദ്യമായി നേരുന്നു. എന്തുകൊണ്ടാണ് നവംബർ 14 ശിശുദിനമായി നാം ആചരിക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു റോസാപ്പൂ മണവും വെണ്ണിലാവിന്റെ പുഞ്ചിരിയുമാണ് നമുക്ക് ഓർമ്മ വരിക. അത് മറ്റാരുടേതുമല്ല, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. കുട്ടികളുടെ സ്വന്തം ചാച്ചാജി, നമ്മെ സ്നേഹിച്ച ചാച്ച, നമ്മോടൊത്ത് കളിച്ച ചാച്ച, നമ്മോടൊത്തായിരിക്കുവാൻ ആഗ്രഹിച്ച ചാച്ച. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 14. ആ ദിനമല്ലാതെ മറ്റേത് ദിനമാണ് നാം ശിശുദിനമായി ആചരിക്കേണ്ടത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാരഥിയായി മഹത് കാര്യങ്ങൾ പലതും ചെയ്യുന്നതിനിടയിലും കുട്ടികളോടൊത്ത് സമയം ചിലവഴിക്കുവാൻ ചാച്ചാജിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഭാരതീയ മക്കളുടെ സൗഭാഗ്യമായിരുന്നു. ആ മഹത് വ്യക്തിയുടെ 123ാം ജന്മദിനമാണ് സമാഗതമാവുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ കൂടി ജന്മദിനമാണ്. ജന്മദിനം കേമമായി ആഘോഷിക്കുന്നവരുടെയും ജന്മദിനം ഏതെന്നറിയാത്തവരുടെയും അത് ആഘോഷിക്കാൻ കഴിയാത്തവരുടെയും ഒക്കെ ജന്മദിനമാണ് ശിശുദിനം. ഈ തിരിച്ചറിവാണ് ഓരോ ശിശുദിനാഘോഷ വേളയിലും നമുക്കുണ്ടാവേണ്ടത്. ശിശുക്കൾ വലിയവരാണെന്ന് ശിശുദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ പിതാവാണ് ശിശു എന്ന് വില്യം വേഷ്വർത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. വിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുർആനും ശ്രീമദ് ഭഗവത്ഗീതയും ഒക്കെ ശിശുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ശിശുവും ലോകത്തിലേക്ക് വരുന്നത്. അവന് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും അത് കിട്ടേണ്ട അളവിൽ അവന് കിട്ടുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് ഓരോ ശിശുദിനാഘോഷ വേളയിലും നമുക്കുണ്ടാവേണ്ടത്. 14 വയസ്സുവരെ സൗജന്യ വിദ്യാഭ്യാസം, ബാലവേല നിരോധനം, അവസര സമത്വം എന്നുള്ള കുട്ടികളുടെ പാർലമെന്റും കുട്ടികളുടെ പഞ്ചായത്തും ഒക്കെ ഇന്ന് കുട്ടികൾക്കുള്ള ഊർജ്ജ സ്രോതസ്സുകളായിരിക്കുന്നു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 24 അടക്കമുള്ള മൗലിക അവകാശങ്ങൾ, 2006 ബാലവേല നിരോധന നിയമം, ഇവയൊക്കെ കുട്ടിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങളും കുട്ടികളെ സഹായിക്കുന്ന നമ്പർ 1098 എന്നതിന്റെ പ്രസക്തിയും ഇന്ന് കുട്ടി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ലഭിക്കുന്നുണ്ടോ? ഹോട്ടലുകളിൽ പാത്രം കഴുകുന്നവരും മേശ തുടയ്ക്കുന്നവരും വഴിയരികിൽ ചാക്കു നിറയ്ക്കുന്നവരുമായ കുട്ടികൾ നമ്മുടെ കൺമുന്നിലുമില്ലേ? പീഡനങ്ങളേറ്റ് എത്ര കുരുന്ന ഹൃദയങ്ങളാണ് വേദനിക്കുന്നത്. ബസ്സിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ ഭിക്ഷ തേടി അലയുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇടയിലുമില്ലേ? രണ്ടാനച്ഛന്റെ തല്ലേറ്റ് പുറം മുഴുവൻ ചോരൊലിപ്പിച്ച് നിന്ന ബിനുവിനെ ഓർക്കുന്നുണ്ടോ? 5 വയസ്സുകാരി കൂട്ടുകാരി കുളക്കരയിൽ മരിച്ചു കിടന്നതും ഞെട്ടലോടെ ഓർക്കണം. അപ്പവും അടുപ്പവും അറിവും ആരോഗ്യവും ആശ്രയവുമാണ് ഇന്നത്തെ കുട്ടിക്ക് വേണ്ടത്. അത് കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികളായ നമുക്കുമുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അണ്ണാരക്കണ്ണനും തന്നാലായത്. കൂട്ടുകാരെയും സഹപാഠികളെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ചൊട്ടയിലെ ശീലം ചുടല വരെ. ശിശുക്കളായിരുന്നപ്പോൾ നാം എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാവും ജീവിതാന്ത്യം വരെ ചെയ്യുക. നമ്മുടെ പിറന്നാൾ വേളകളിൽ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ഒരാളെയെങ്കിലും സഹായിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇരണ്ട മനസ്സുകളിൽ പുലരിത്തുടുപ്പിന്റെ ഒരിത്തിരി വട്ടമാകാൻ നമുക്ക് സാധിക്കട്ടെ. ചാച്ചാജിയെ പോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രധാനമന്ത്രിമാർ നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.